ജലദോഷം പിടിച്ചു. നല്ല സുഖമുണ്ട്. അപ്പോൾ ഈ ജലദോഷമൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ക്രാവിങ്സ് വരില്ല. പക്ഷെ എരിവുള്ളത് കഴിക്കണം തോന്നുന്നു. പക്ഷേ ഇവിടെ ഒരാൾക്ക് പായസം നന്ദി. ഓക്കെ ശരി, പായസമായാലും ഓക്കെ. അപ്പോൾ അടയുടെ പാക്കറ്റ് ആട്ടോ വാങ്ങിച്ചത്, ഡബിൾ ഹോഴ്സിൻ്റെ. അപ്പോൾ അതുണ്ടല്ലോ അട കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കേട്ടോ. അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ കാരമലൈസ് ചെയ്ത് എൻ്റെ രീതിയിൽ ഉണ്ടാക്കാം നല്ല അടിപൊളിയായിട്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഓൾറെഡി അവരതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ അതേപോലെ ചെയ്യാം. പക്ഷേ അതിൽ നോക്കിയ പോലെയല്ല കേട്ടോ ഞാൻ ചെയ്തത്. ഞാൻ അട ആദ്യം വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുത്തു കേട്ടോ. എന്നിട്ടേ ഞാൻ പാൽ ഒഴിച്ചിട്ടുള്ളൂ. പാലിൽ വേവിച്ച പാലും പറ്റും, ചിലപ്പോൾ അടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അത് വേവിച്ചു കേട്ടോ. അപ്പോൾ കാരമലൈസ് ചെയ്ത കാരണം ആ കളറും അതിൽ വന്നുള്ളൂ. അതിന് ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തു. കുറച്ച് മിൽക്ക് മെയ്ഡ്, കാരണം ഓൾറെഡി അതിൽ നല്ല മധുരം ഉണ്ട്, അതുകൊണ്ട് മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ഇത്തിരി ഒഴിച്ച് കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പായസത്തിൻ്റെ കൂടെ എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ ഉണ്ടല്ലോ കട്ടൻ ചായയുടെ കൂടെ പപ്പടം കഴിക്കുന്ന ആൾക്കാരാട്ടോ എൻ്റെ വീട്ടിലെല്ലാവരും. അപ്പോൾ അതേപോലെ പായസത്തിൻ്റെ കൂടെ പപ്പടം കൂടി കഴിച്ചാൽ ഒരു ഉപ്പ് രസം കൂടി കിട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.